മെഹബൂബ റൗണ്ടിലേക്ക് ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുമായിട്ട് ആദ്യത്തെ കണ്ടസ്റ്റന്റ് എത്തുകയാണ് പർവീൻ ഫാത്തിമ. പർവീൻ ഫാത്തിമ പർവീന്റെ ഉമ്മയായ വഹീദ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഖൽബിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഉമ്മ റെഡിയല്ലേ? നമുക്ക് കാണാം. അപ്പൊ പർവീൻ ഫാത്തിമയ്ക്ക് ഉമ്മയോട് പറയാൻ ഉള്ളത് എന്താണ് എന്ന് നമുക്ക് കാണാം. ആദ്യം ഉമ്മയ്ക്ക് അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉമ്മയുടെ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ ഓഡീഷൻ സമയത്തും പിന്നെ ഫസ്റ്റ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉമ്മയുടെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയ്ക്ക് ആ ഒരു പെയിനൊക്കെ സഹിച്ചുകൊണ്ടാണ് എനിക്ക് വേണ്ടിയിട്ടും ഇവിടെ വന്നത്. ഉമ്മയെപ്പറ്റി പറഞ്ഞാലും തീരത്തില്ല. കാരണം ഉമ്മ ഒരുപാട് എന്നെ പാട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സോങ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും സോങ്സ് ഒന്നും കിട്ടാതെ വരും. അപ്പം ഉമ്മി രാത്രി 2-3 മണി വരെയൊക്കെ ഇരുന്നാണ് സോങ്സ് ഒക്കെ സെലക്ട് ചെയ്ത് തരുന്നത്. ഉമ്മി ആ ഉറക്കമൊക്കെ ഒഴിച്ചിരുന്ന് ആ സ്ട്രെയിൻ ഒന്നും ഉമ്മി നിസ്സാരമാക്കി കളഞ്ഞിട്ടാണ് എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഉമ്മ ഇവിടെ കാണുമ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഉമ്മ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല. ഉമ്മ എന്താ പറയാനുള്ളത്? അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയില്ല. ഈ പ്ലാറ്റ്ഫോം കിട്ടിയത് തന്നെ വളരെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. അവരുടെ സന്തോഷവും അവരുടെ ഉയർച്ചയും അവരുടെ നന്മയും മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉമ്മ പാടുവോ? പാടില്ല. അപ്പൊ ഇനിയും പർവീൻ ഫാത്തിമയുടെ പെർഫോമൻസിലേക്ക് നമുക്ക് പോവാം. പർവീൻ, ഉമ്മയെ നമുക്ക് അഭിമാനപൂരിതമാക്കണം കേട്ടോ. ഓക്കെ.
ശരിക്കും പെർവീൻ പറഞ്ഞതൊന്നും അല്ല ഖൽബിൽ നിന്ന് വന്നത്, ഇപ്പൊ പാടിയതാ ഖൽബിൽ നിന്ന് വന്നത്. ബ്യൂട്ടിഫുൾ ആയിരുന്നു പെർവീൻ. എല്ലാരും ഇങ്ങനെ കേട്ടോണ്ടിരിക്കായിരുന്നു. പെർവീന്റെ ഉമ്മയ്ക്ക് എന്താ ഒരു സന്തോഷം ഇല്ലാത്തെ? അത് ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട് എനിക്ക്. എൻ്റെ ഉമ്മ എന്നെ ഒരുപാട് ത്യാഗം സഹിച്ചാണ് വളർത്തിയത്. ആ ഒരു സാരമില്ല, ഉമ്മയ്ക്ക് ഉമ്മയുടെ ഉമ്മയെ പറ്റിയിട്ട് ഓർമ്മ വന്നല്ലേ പെർവീൻ? ഓക്കെ, എങ്ങനെ പാടിയെന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ടെൻഷൻ ഒന്നുമില്ലല്ലോ? നമുക്ക് ആദ്യം ആരോട് ചോദിക്കണം? ആദ്യം ജിഷ ചേച്ചിയുടെ അടുക്ക ചോദിക്കാം. കൂട്ടത്തിൽ പേടിയില്ലാത്ത ജിഷ ചേച്ചി ആക്കുന്നത്. അപ്പൊ ജിഷ ചേച്ചി, പെർവീന്റെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? മോളെ നന്നായി പാടി, അസ്ലായി പാടിയതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അറിയാലോ, പെർവീൻ്റെ തന്നെ മനസ്സിലായില്ല, ലിറിക്സ് മാറിപ്പോയി. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി ഇമോഷണൽ ആയിരുന്നു പാടിയപ്പോ അല്ലേ? ഉമ്മേനെയൊക്കെ ഓർത്തു. എങ്ങനെയോ എന്താ പറ്റിപ്പോയി, മറന്നുപോയതാണോ? മൈൻഡിലത് മാറിപ്പോയി. സാരില്ല, പോട്ടെ കേട്ടോ. അങ്ങനെയൊക്കെ സംഭവിക്കും, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. അതൊരു വലിയ പ്രോബ്ലം ആയിട്ടൊന്നും എടുത്ത് ഇനി ടെൻഷൻ ആവണ്ട. ഡൺ, വെരി ഗുഡ് ജോബ്. താങ്ക് യു ജിഷ ചേച്ചി. ഫിറോസിക്ക, മോള് ഉമ്മയെക്കുറിച്ച് പാടിയതിൽ എനിക്ക് ഏറ്റവും അഭിമാനം തോന്നുന്നത് ഈ റൗണ്ടിൽ എനിക്ക് എത്തിപ്പെടാനും കൂടി കഴിഞ്ഞ ഈ റൗണ്ട് കൈരളിയുടെ ഓൺ റൗണ്ടാണ് മോളെ. പട്ടുറുമാലിൻ്റെ മാത്രം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു റൗണ്ടാണ് ഉമ്മ. ആ റൗണ്ടിലാണ് മോളൊക്കെ പാടിയത്. പിന്നെ മോള് ഒരു മിസ്റ്റേക്ക് വന്നത് പറഞ്ഞല്ലോ, അത് ലിറിക്സ് ഞങ്ങളുടെ മുന്നിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് അതൊരു മിസ്റ്റേക്കാണ്. നന്നായിട്ട് പാടി ഹൈ പോകുമ്പോൾ കുറഞ്ഞൊരു ബുദ്ധിമുട്ട്, അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ല നമ്മൾ, ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉമ്മയ്ക്ക് സംഗീതം അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുള്ളത് ഉമ്മ ഒരു ഗായകനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആണോ ഉമ്മ? അങ്ങനെയല്ലേ? ഒരു ഗായകനെ കല്യാണം കഴിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷെ എനിക്ക് സംഗീതം വളരെ ഇഷ്ടമായിരുന്നു. അപ്പൊ ഒരു പാട്ടുകാരനെ ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. അല്ല, അത് പറയാം, പ്രേക്ഷകരോട് പറയാം. ഇത് നൗഷാദ് ബാബു എൻ്റെ കൂട്ടുകാരനാണ്, പാട്ടുകാരനായതുകൊണ്ട് എൻ്റെ കൂട്ടുകാരനാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹം ഒരുപാട് പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അല്ലേ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേതായാലും നല്ലൊരു, അപ്പോൾ ഉമ്മയ്ക്ക് അതറിയാം സംഗീതം എന്താണെന്ന്. നല്ലൊരു പാട്ട് ഉമ്മയെക്കുറിച്ച് പാടാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു സന്തോഷം മോൾക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാം കേട്ടോ. ബെസ്റ്റ് ഓഫ്. താങ്ക് യു ഫിറോസിക്ക. നജീബക്ക, തുടക്കം ഭയങ്കര ഗംഭീരമായി. വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു സോങ്ങാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ചും ഉമ്മയോടാണ് എൻ്റെ പ്രണാമം. ഞാൻ ഇത്രയും നല്ല ഒരു പാട്ട് സെലക്ട് ചെയ്തതിൽ. കാരണം പിന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടോണ്ടായിരിക്കും, കുറച്ച് ചെറിയ അവിടെ ടെൻഷൻ ഉണ്ടാ. അതിനൊരാവശ്യമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പാടി വന്ന ഒരാളാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടത് ടെൻഷനാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ സ്നേഹത്തിന് മുത്തം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ടല്ലോ നമ്മുടെ, അവിടെ വളരെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു രണ്ട് ഭാഗത്തും ആ ഒരു ട്യൂൺ വരുന്നത് കേട്ടോ. എന്തായാലും ഈ പാട്ട് സെലക്ട് ചെയ്തതിലും ഇങ്ങനൊരു നന്നായിട്ട് പാടിയതിലും വളരെ സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു നജീമിക്ക. ഇനിയും പെർവീന്റെ മാർക്സിലേക്ക് നമുക്ക് പോകാം. ജിഷ ചേച്ചി, ഔട്ട് ഓഫ് 30, 27.5. ഫിറോസിക്ക, ഔട്ട് ഓഫ് 40, 37. നജീമിക്ക, 26.5. പെർവീന്റെ ടോട്ടൽ മാർക്സ് 91 ഔട്ട് ഓഫ് 100. ഉമ്മ ഇനി പറ്റിയിരിക്കണം കേട്ടോ, 91 മാർക്സ് ഒക്കെ കിട്ടിയില്ലേ? പെർവീനെ ഈ വേദിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതിന് മുമ്പായിട്ട് പെർവീൻ ഇത്രയും നല്ലൊരു പെർഫോമൻസിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. H2O കാഷ്വൽ ഷർട്ട്സ് ആണ് പെർവീനു വേണ്ടിയിട്ടുള്ള ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പെർവീൻ, എന്റെ സർവീസ് ഉപയോഗിച്ച് നിങ്ങൾ അവസാനമായി എപ്പോഴാണ് ഒരു SMS അയച്ചിട്ടുള്ളത്? ഇടയ്ക്ക് അയക്കാറുണ്ട്, കൂടുതലും വാട്സാപ്പും മെയിലും അല്ലേ. പോട്ടെ, ഒരു IST വിളിച്ചിട്ടപ്പോഴാ? അതിന് സ്കൈപ്പും ടാങ്കോ വൈബറൊക്കെ ഇല്ലേ ചേട്ടാ, നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ? അപ്പോ ടെലികോം കമ്പനി എന്നുള്ള നിലയിൽ എന്റെ ഒരു പ്രൈമറി വരുമാനം അവിടെ തീർന്നു. എനിക്കും പൈസ ഉണ്ടാക്കണ്ടേ, ഇതൊരു ബിസിനസ് അല്ലേ.